വോയിസ് ഓഫ് മുജിബിലേക്ക് അവർക്കും സ്വാഗതം. മത്സരത്തിന് മുന്നേ വമ്പ് പറഞ്ഞെത്തിയ സിംബാബ്വെയെ ഇന്ത്യ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. മത്സരം തുടങ്ങും മുന്നേ സിംബാബ്വെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസ പറഞ്ഞത്, നിലവിലെ ടീം ഇന്ത്യ ഞങ്ങളെക്കാൾ മികച്ചവരല്ല, ഞങ്ങളോട് തത്തുല്യമായൊരു ടീം തന്നെയാണ്, അതുകൊണ്ട് അവരെ പരാജയപ്പെടുത്തൽ ഞങ്ങൾക്ക് പ്രയാസകരമല്ല എന്ന് വെല്ലുവിളിച്ച സിംബാബ്വെ അവരുടെ മണ്ണിൽ വെച്ച് ആധികാരികമായി ഇന്ത്യ വിജയം നേടിയിരിക്കുന്നു. അയർലൻഡിനോടും ഇംഗ്ലണ്ടിനോടുമെല്ലാം പരാജയപ്പെട്ട് വേൾഡ് കപ്പിന് ശേഷം ഒരു വിജയം പോലുമില്ലാതിരുന്ന ടീമിന് ആദ്യ വിജയം സമ്മാനിക്കുന്നു ക്യാപ്റ്റൻ ശ്രേയാസ് അയ്യരുടെ കീഴിൽ. മത്സരത്തിന് മുമ്പേ വാക്പയറ്റ് കൊണ്ട് ഇന്ത്യയെ തളർത്താൻ നോക്കിയതാണ്. പക്ഷേ അതൊട്ടും തന്നെ ഇന്ത്യൻ കളിക്കാർക്ക് മുന്നിൽ വിലപ്പോയില്ല. സൂര്യവംശിയെ പൂട്ടുമെന്ന് പറഞ്ഞ സിംബാബ്വെ ക്യാപ്റ്റന് ശക്തമായ മറുപടിയാണ് ബാറ്റിങ്ങിലൂടെ സൂര്യവംശി നൽകിയത്. ടോസ് ലഭിച്ച ഇന്ത്യ സിംബാബ്വെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. വേഗത കൊണ്ട് വിക്കറ്റുകൾ നേടിയെടുക്കുന്ന മായങ്ക് യാദവ് തന്നെയാണ് സിംബാബ്വെയുടെ ബാറ്റിംഗ് നിരയുടെ തകർച്ചയ്ക്ക് തുടക്കമിട്ടത്. പ്രിൻസ് യാദവും മായങ്ക് യാദവും കൃത്യമായ ബൗളിങ്ങിലൂടെ സിംബാബ്വൻ ബാറ്റിങ്ങിനെ പിടിച്ചുകെട്ടി. മായങ്ക് യാദവ് 4 ഓവറിൽ 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ നേടിയപ്പോൾ പ്രിൻസ് യാദവ് 4 ഓവറിൽ 19 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ നേടി. രവി ബിഷ്ണോയ് 4 ഓവറിൽ 24 റൺസിന് 1 വിക്കറ്റും നേടിയപ്പോൾ ശിവം ദൂബെ 4 ഓവറിൽ 32 റൺസിനാണ് 1 വിക്കറ്റ് നേടിയത്. സിംബാബ്വെക്ക് 20 ഓവർ പൂർത്തിയാകുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 സ്കോർ ചെയ്യാൻ സാധിച്ചത്. സിംബാബ്വെയുടെ മുൻനിര ബാറ്റിംഗ് പാടെ തകർന്നുപോയി. മധ്യനിരയും വാലറ്റവും കൂടിയാണ് ഭേദപ്പെട്ട സ്കോറിലേക്ക് സിംബാബ്വെയെ നയിച്ചത്. പക്ഷേ 125 എന്ന സ്കോർ ഇന്ത്യക്ക് മുന്നിൽ ഒന്നുമല്ലായിരുന്നു, പ്രത്യേകിച്ച് ഓപ്പണിംഗിൽ വൈഭവ് സൂര്യവംശി എത്തുമ്പോൾ. എന്നാൽ ബ്ലസ്സിങ്ങിന്റെ ആദ്യ ഓവർ കരുതലോടെ തന്നെയാണ് ഇന്ത്യ തുടങ്ങിയത്. അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയുമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത്. ആദ്യ ഓവറിൽ 4 പന്തുകൾ നേരിട്ട അഭിഷേക് ശർമ്മ നേടിയത് 1 റൺസ് മാത്രമായിരുന്നു. സൂര്യവംശി 1 റൺസ് നേടാൻ 2 പന്തുകളും നേരിട്ടു. ബ്ലസ്സിങ്ങിന്റെ ആദ്യ ഓവർ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡിൽ വെറും 2 റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അഭിഷേക് ശർമ്മ ഇന്ന് 8 പന്തുകൾ കളിച്ച് 1 റൺസ് മാത്രമാണ് നേടാനായത്. എന്നാൽ അവിടുന്ന് അങ്ങോട്ട് വൈഭവ് സൂര്യവംശിയുടെ തേരോട്ടമായിരുന്നു. ഹരാരയിൽ ഇംഗ്ലണ്ടിനെതിരെ അണ്ടർ-19 ഫൈനലിൽ 175 റൺസ് നേടി മാസ്മരിക പ്രകടനം കാഴ്ചവെച്ച് എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നായിരുന്നു വൈഭവ് സൂര്യവംശിയുടെ വീണ്ടും ഒരു തുടക്കം. ഇന്ന് 4 സിക്സുകളും 4 ഫോറുകളും അടക്കം 19 പന്തുകളിൽ നിന്ന് 50 റൺസാണ് നേടിയത്. റിച്ചാർഡിലൂടെ വൈഭവ് സൂര്യവംശി ഞങ്ങൾ പൂട്ടുമെന്ന് പറഞ്ഞ സിക്കന്ദർ റാസ റിച്ചാർഡ് തന്നെയാണ് വൈഭവ് സൂര്യവംശിയുടെ വിക്കറ്റ് എടുത്തത്. പക്ഷേ അപ്പോഴേക്കും വിജയത്തിനടുത്തെത്തിച്ചിരുന്നു വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ. ഇന്ത്യയെ തകർത്തു കളയും, വേൾഡ് കപ്പിലെ പരാജയത്തിന് പകരം വെട്ടുമെന്ന് പറഞ്ഞെത്തിയ സിംബാബ്വെ ഒരിക്കൽ പോലും മത്സരത്തിൽ നിലനിർത്താൻ ഇന്ത്യൻ ബൗളിങ്ങും ബാറ്റിങ്ങും അനുവദിച്ചിട്ടില്ല. ഇഷാൻ കിഷൻ 25 പന്തിൽ 34 റൺസ് നേടിയപ്പോൾ ക്യാപ്റ്റൻ ശ്രേയാസ് അയ്യർ 24 പന്തിൽ 28 റൺസുമായി പുറത്താകാതെ നിന്നു. 40 പന്തുകൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് ഇന്ത്യക്ക് ആധികാരിക വിജയം സമ്മാനിച്ചത്. ക്യാപ്റ്റൻ ശ്രേയാസ് അയ്യരെ സംബന്ധിച്ച് ഇത് വളരെ ആശ്വാസകരം തന്നെയാണ്. കാരണം ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷം ഒറ്റ മത്സരം പോലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അയർലൻഡിനോട് 2-0 പരാജയപ്പെട്ടതാണ്, ഇംഗ്ലണ്ടിനോട് 4-0 പരാജയപ്പെട്ടതാണ്. വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ക്യാപ്റ്റൻസി ലംബെ പരാജയമാണ് ശ്രേയാസ് അയ്യർ എന്ന് വിധിയെഴുതി കഴിഞ്ഞു. ഒരു തിരിച്ചുവരവ് അനിവാര്യമായിരുന്നു. ആ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സിംബാബ്വെക്കെതിരെയുള്ള 3 T20 മത്സരങ്ങളിൽ ആദ്യ മത്സരത്തിൽ തന്നെ ഒരു അത്യുജ്വല വിജയം നേടിയിരിക്കുന്നു, ഒരു ആധികാരിക വിജയം നേടിയിരിക്കുന്നു. ഇനിയുള്ള 2 മത്സരങ്ങളും വിജയിച്ച് സമ്പൂർണ്ണ വിജയത്തോടെ ഈ പരമ്പര സ്വന്തമാക്കാൻ തന്നെയായിരിക്കും ടീം ഇന്ത്യ ശ്രമിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല. തന്റെ വേഗതയാർന്ന പന്തുകൾ കൊണ്ട് സിംബാബ്വൻ ബാറ്റിംഗ് നിരയെ പാടെ തകർത്തു കളഞ്ഞ മായങ്ക് യാദവ് തന്നെയാണ് ഇന്നത്തെ കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.